പ്രായപരിധിയിൽ CPM നേതാക്കളെ പാർലമെന്ററി രംഗത്ത് നിന്ന് ഒഴിവാക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് വിലയിരുത്തൽ. KV തോമസിന് ഇളവും സ്ഥാനമാനങ്ങളും നൽകുന്നതിൽ പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. ധനമന്ത്രിയെ ഒഴിവാക്കി ഡൽഹിയിലെ ചർച്ചയ്ക്ക് KV തോമസിനെ ഉൾപ്പെടുത്തിയത് പ്രതികൂല ഫലമാകുമെന്നും ആക്ഷേപമുണ്ട്. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രേഷ്മ, ഈ അത്തരം നിബന്ധനകൾ വെച്ച് ചിലർക്ക് മാത്രം ചിലർക്ക് അങ്ങനെ ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ സ്വാരസ്യങ്ങൾക്ക് കാരണമായതാണ്. ഇതിപ്പോൾ ഈ വിഷയം കൂടി തിരിച്ചടിക്കുകയാണോ KV തോമസിന്റെ കാര്യത്തിൽ? അതേ വീണ, നേരത്തെ തന്നെ CPM-നുള്ളിൽ, അതായത് പ്രമുഖ നേതാക്കളുടെ ഇടങ്ങളിൽ തന്നെ ഈ KV തോമസിന് കൂടുതൽ സ്ഥാനമാനങ്ങളും പ്രത്യേക പരിഗണനയും നൽകുന്നതിൽ വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടായിരുന്നു. അത് മറനീക്കി പുറത്തു വന്നത് G. സുധാകരന്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് മുതിർന്ന CPM നേതാവായിട്ടുള്ള മുൻ MP കൂടിയായിട്ടുള്ള സെബാസ്റ്റ്യൻ പോളും ഇത്തരമൊരു പരാമർശം ഓൺലൈൻ കുറിപ്പിലൂടെ, അതായത് ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിട്ടുള്ള കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. CPM-നെ എറണാകുളത്ത് 5 തവണ തോൽപ്പിച്ച വ്യക്തിയാണ് KV തോമസ്. ആ KV തോമസിന് കൈയിട്ട് വാരാനായിട്ട് അവസരം കൊടുക്കുന്നവർ മണ്ടന്മാരല്ല എന്നുള്ള ഒരു പരാമർശമാണ് സെബാസ്റ്റ്യൻ പോളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുമാത്രവുമല്ല, CPM-ന്റെ പാർട്ടി സമ്മേളനത്തിലടക്കം നിലവിലെ തീരുമാനം എന്ന് പറയുന്നത് 75 വയസ്സ് കടന്നവരെ, അല്ലെങ്കിൽ 75 വയസ്സ് പ്രായപരിധി കടന്നവരെ CPM-ന്റെ സ്ഥാനമാനങ്ങളിലോ പാർലമെന്ററി കാര്യ രംഗത്തോ വേണ്ട എന്നുള്ളതാണ് പുതിയ തീരുമാനം. ആ തീരുമാനം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്ന, അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ സ്ഥാനമുള്ള ക്യാബിനറ്റ് റാങ്ക് പദവിയുള്ള KV തോമസിന് പുതിയ രീതിയിൽ പരിഗണന നൽകുന്നു എന്നുള്ള ഒരു അമർഷം. എന്തായാലും നേരത്തെ ഈ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത സമയത്ത് അതിൽ ബാലഗോപാൽ, അതായത് ധനമന്ത്രിയായിട്ടുള്ള ബാലഗോപാൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ബാലഗോപാലിനെ ഒഴിവാക്കിക്കൊണ്ട് KV തോമസിനെയാണ് ഉൾപ്പെടുത്തിയത്. ഇതിലും വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. കാരണം സാമ്പത്തിക കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാനത്തിന്റെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആ ചർച്ചയിൽ ഉണ്ടാകണം. പക്ഷേ ബാലഗോപാലിനെ എന്തിനെ ഒഴിവാക്കി? അത് മാത്രമല്ല, അത് പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടുന്ന വേളയിൽ അതുമായി ബന്ധപ്പെട്ട് ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലും CPM-ന്റെ പ്രമുഖ നേതാക്കളുടെ ഇടയിൽ തന്നെയുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ പ്രായപരിധി വിഷയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കൂടുതൽ പരിഗണന നൽകുവാനായിട്ടുള്ള നീക്കം. എന്തായാലും KV തോമസിന്റെ കാര്യത്തിൽ CPM-ന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ AK ശശീന്ദ്രന്റെ കാര്യത്തിലും സമാനമായിട്ടുള്ള നിലപാടുകൾ CPM-ന്റെ പ്രമുഖ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം AK ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വിമർശനം. അതായത് 79 വയസ്സ് കഴിഞ്ഞ AK ശശീന്ദ്രൻ അമ്പേ പരാജയമാണ്, വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അമ്പേ പരാജയമാണ് എന്നുള്ള വിലയിരുത്തൽ NCP-യിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി വകവയ്ക്കാതെയാണ് മുഖ്യമന്ത്രി ഒരു സംരക്ഷണ കവചം AK ശശീന്ദ്രനെ ഒരുക്കുന്നത്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് CPM-ന്റെ നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും സെബാസ്റ്റ്യൻ പോളിന്റെ ആ വിമർശന രൂപേണയുള്ള കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. വീണ, ശരി രേഷ്മ.